Hall effect. Okay, next topic Hall effect ആണ്. എന്താണ് Hall effect നമുക്ക് നോക്കാം. The production of a potential difference and electric field across an electrical conductor when a magnetic field is applied in a direction perpendicular to that of a flow of current is known as Hall effect. So Hall effect എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടക്ടറിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്ന മെക്കാനിസമാണ്. എപ്പോഴാണ്? വെൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് അപ്ലൈഡ്. ആ കണ്ടക്ടറിന് അക്രോസ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യണം. സോ ഒരു രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ആ കണ്ടക്ടറിന് അപ്ലൈ ചെയ്തിരിക്കണം. ആ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടീഷൻ ഉണ്ട്. ഇൻ എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദാറ്റ് ഓഫ് ദ ഫ്ലോ ഓഫ് കറണ്ട്. ആ കണ്ടക്ടറിൽ കൂടി പാസ് ചെയ്യുന്ന കറണ്ടിന് പെർപെൻഡിക്കുലറായിട്ട്. സോ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം ഹോൾ എഫക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ദർ ഷുഡ് ബി എ കറണ്ട് ഫ്ലോ ത്രൂ ദ കണ്ടക്ടർ. സോ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യണം. അതാണ് രണ്ടാമത്തെ പോയിൻ്റ്. സോ ഒരു കണ്ടക്ടർ, ഒരു കറണ്ട് പോകുന്ന ഒരു കണ്ടക്ടർ ഐ എന്ന് പറയുന്ന കറണ്ട് ഒരു കണ്ടക്ടർക്ക് പാസ് ചെയ്ത് പോകുന്നു. സേ ലെറ്റ് ഇറ്റ് ബി ഇൻ ദ ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിൽ കൂടി അല്ലെങ്കിൽ ഈ ഡയറക്ഷനിൽ ഒരു കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ആ പാസ് ചെയ്യുന്ന കറണ്ടിന് പെർപെൻഡിക്കുലറായിട്ട് ഈ കണ്ടക്ടറിന് കൂടി നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൂടി അപ്ലൈ ചെയ്യണം. ഓക്കെ, സോ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ, ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ദർ ഷുഡ് ബി എ കറണ്ട് ഫ്ലോ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് വി ഷുഡ് അപ്ലൈ എ മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ടു ദ കറണ്ട് ഐ. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ കണ്ടക്ടറിന് അക്രോസ് ഒരു വോൾട്ടേജ് ഉണ്ടാകും. ഓക്കെ, സോ ബിറ്റ്വീൻ ദീസ് ടു കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ബിറ്റ്വീൻ ദ ടു ബോർഡർ പോയിൻറ്റ്സ്, സേ ദിസ് എ and this is B, there will be a production of voltage VAB between the two terminals of the conductor. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ Hall effect എന്ന് പറയുന്നത്. So Hall effect is the mechanism by which an electric field is produced within a conductor when we apply a magnetic field perpendicular to the flow of current, perpendicular to the direction of flow of current. ഈ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്ന മെക്കാനിസത്തിനെയാണ് നമ്മൾ Hall effect എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് ഗോ ത്രൂ ദ ഡീറ്റെയിൽസ് ഓഫ് ദ Hall effects. എങ്ങനെയാണ് നമ്മൾ സെമി കണ്ടക്ടറിൽ Hall effects എങ്ങനെയാണ് ഹെൽപ്ഫുൾ ആവുന്നത് നമുക്ക് നോക്കാം. സോ ബിഫോർ ദാറ്റ് നമ്മൾ ഒരു കറണ്ട് പാസ് ചെയ്യുക എന്ന് പറയുന്ന മെക്കാനിസം എന്ന് പറയുന്നത് വി ഷുഡ് അപ്ലൈ ആൻ വോൾട്ടേജ് അക്രോസ് ദ ടെർമിനൽസ് ഓഫ് ദ കണ്ടക്ടർ. സോ വെൻ വി അപ്ലൈ ആൻ വോൾട്ടേജ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വി ആർ അപ്ലൈയിങ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. സോ എക്സ് ഡയറക്ഷനിൽ നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, സോ എക്സ് ആക്സിൻ്റെ ഡയറക്ഷനിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് മേക്സ് ദ കറണ്ട് ഫ്ലോ ത്രൂ ദ കണ്ടക്ടർ. സോ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സപ്പോസ് അവർ മെറ്റീരിയൽ ഈസ് എൻ മെറ്റീരിയൽ ഓർ പി മെറ്റീരിയൽ. നമുക്ക് പി മെറ്റീരിയൽ ഡിസ്കസ് ചെയ്യാം. പി മെറ്റീരിയൽ കൂടി ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ക്യാരിയേഴ്സായ ഹോൾസിന് ഒരു ഫ്ലോ ഉണ്ടായിരിക്കും. സോ electrons will flow against the electric field and the holes will flow in the same direction of the electric field. സോ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഹോൾസിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് പോസിറ്റീവ് എക്സ് ആക്സിസ് ആയിരിക്കും. ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എഫക്റ്റ് കൊണ്ട് ഹോൾസിനുണ്ടാകുന്ന മൊബിലിറ്റിയെ നമ്മൾ മ്യൂ എന്ന് റെപ്രസെൻറ്റ് ചെയ്താൽ, മ്യൂ പി എന്ന് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റീരിയലിൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്. കണ്ടക്ടിവിറ്റി സിഗ്മ ഈസ് ഈക്വൽ ടു ക്യൂ പി മ്യൂ പി എന്ന ഒരു ഫോർമുല. ഇത് നമ്മൾ ഈ ഡെറിവേഷനിൽ യൂസ് ചെയ്യുന്നതായിരിക്കും. ക്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം ചാർജാണ്. പി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഹോൾസ് പെർ മീറ്റർ ക്യൂബിനാണ് നമ്മൾ പി എന്ന് പറയുന്നത്. മ്യൂ പി എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞതുപോലെ മൊബിലിറ്റി of holes. Okay, so in suppose our material is n material, then same we can write sigma n is equal to q n mu n. Q is the charge of an electron which is minus 1.6 raised to minus 19. N is number of electrons per meter cube. ഒരു യൂണിറ്റ് വോളിയത്തിലെ ക്യാരിയേഴ്സിൻ്റെ എണ്ണമാണ് നമ്മൾ n ഓർ p റെപ്രസെൻറ്റ് ചെയ്യുന്നത്. mu n എന്ന് പറയുന്നത് മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ് ആണ്.
ഓക്കെ, ദെൻ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ബിറ്റ്വീൻ 2 പോയിൻറ്റ്സിൽ ഒരു VAB എന്ന് പറയുന്ന വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ VAB എന്ന് പറയുന്ന അപ്ലൈഡ് പൊട്ടൻഷ്യൽ. ദെൻ ബിറ്റ്വീൻ ദീസ് 2 പോയിൻറ്റ്സ് വി ക്യാൻ എക്സ്പെക്ട് ആൻ ഇലക്ട്രിക് ഫീൽഡ്. ഈ വോൾട്ടേജും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള റിലേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ ഡെറിവേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. സപ്പോസ് ഈ പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് D ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് V/D ആണ്. ഓൾസ് പെർ ഡിസ്റ്റൻസ് ആണ്. ഓൾസ് പെർ യൂണിറ്റ് ലെങ്ത്തിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഇലക്ട്രിക് ഫീൽഡും വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രേഡിയൻ്റ് ഓഫ് വോൾട്ടേജിനെയാണ് നമ്മൾ ആക്ച്വലി ഇലക്ട്രിക് ഫീൽഡ് എന്ന്. E=-del V എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. സോ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾവേസ് ഇൻ ഡയറക്ഷൻ ഓഫ് ഡിക്രീസിങ് പൊട്ടൻഷ്യൽ. ഓക്കെ, സോ E=-del V ഇതിവിടെ യൂസ് ചെയ്യുന്നില്ല എങ്കിലും ഈ കൺസെപ്റ്റിൽ നിന്നാണ് E=V/D എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ E=V/D എന്ന് പറയുന്ന വോൾട്ടേജ് ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 പോയിൻറ്റ്സ് ആയിരിക്കും നമ്മളുടെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നൗ ലെറ്റ്സ് ഗോ ത്രൂ ദ derivation of what we call the Hall effects related terms within our semiconductor. For that, let us consider a piece of p-type material. We have our x3 coordinate axis. നമ്മൾ ഈസി ആയിട്ട് ഓർത്ത് എടുക്കാൻ വേണ്ടിയിട്ട് 3 ആക്സിസ് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് എക്സ് ആക്സിസ്, ഇത് y ഡയറക്ഷൻ, ഇത് z ഡയറക്ഷൻ. ഓക്കെ, സോ നമ്മൾ ഒരു p-type മെറ്റീരിയൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ p-type മെറ്റീരിയൽ ഓക്കെ, ഇതാണ് ഒരു p-type മെറ്റീരിയൽ. അലോങ് ദ എക്സ് ആക്സിസ് ആൻഡ് ലെങ്ത് ആണ്. ലെങ്ത് നമുക്ക് L എന്ന് പറയുന്ന അതാണ് നമ്മളുടെ p-type മെറ്റീരിയലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. മെറ്റീരിയലിൻ്റെ വിഡ്ത്തിനെ നമുക്ക് W എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. അതിൻ്റെ തിക്നെസ്സിനെ നമുക്ക് T എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, ദെൻ നമ്മൾ മെറ്റീരിയലിലേക്ക് ഇലക്ട്രിക് വോൾട്ടേജ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ വോൾട്ടേജ് ഇൻപുട്ട് ചെയ്യണം. ഇൻപുട്ട് ചെയ്യുന്ന 2 ടെർമിനൽസ് നമുക്ക് C എന്നും D എന്നും റെപ്രസെൻ്റ് ചെയ്യാം. ഹിയർ ഈസ് അവർ C ആൻഡ് D. Imagine we are applying an voltage here. VCD എന്ന് പറയുന്ന ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അപ്ലൈഡ് ഇൻപുട്ട് വോൾട്ടേജ് ഈസ് VCD. So because of the presence of that VCD, we can expect a current I of X എന്ന് പറയുന്ന കറണ്ട് നമ്മൾ ഈ സെമി കണ്ടക്ടറിൽ കൂടി p-type മെറ്റീരിയൽ കൂടി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ I of X എന്ന് പറയുന്ന കറണ്ടാണ് മെറ്റീരിയൽ കൂടി പാസ് ചെയ്യുന്നത്. സോ ഹിയർ ഈസ് അവർ I of X. Okay, now since our applied voltage is in the direction of x-axis, we are having only electric field in the direction EX മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്ലൈഡ് ഇൻപുട്ട് വോൾട്ടേജ് applied field in the direction of y is equal to 0, in the direction of z also 0, Ex is not equal to 0 because of the applied voltage VCD. Okay, so ഈ പ്രസൻസിൽ ഈ മൊമെൻറ്റിൽ നമുക്ക് ഈ 3 കമ്പോണൻറ്റിൽ Ex മാത്രമേ നോൺ സീറോ ആയിട്ടുള്ളൂ. Eyയും Ezഉം 0 ആയിട്ടാണ് ഉള്ളത്. ഓക്കെ, നൗ സോ സെമി കണ്ടക്ടറിൽ ഹോൾ എഫക്റ്റ് അല്ലെങ്കിൽ കണ്ടക്ടിങ് മെറ്റീരിയൽ ഹോൾ എഫക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ കണ്ടക്ടറിൽ കൂടി കറണ്ട് ഉണ്ടായിരിക്കണം. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് കണ്ടക്ടറിൻ്റെ കറണ്ട് ഫ്ലോയിന് പെർപെൻഡിക്കുലറായിട്ട് നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് കൂടി അപ്ലൈ ചെയ്യണം. സോ ലെറ്റ്സ് ടേക്ക് എക്സ് ആക്സിസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് കറണ്ടിൻ്റെ ഡയറക്ഷൻ. സോ അതിന് പെർപെൻഡിക്കുലറായിട്ട് നമ്മൾ ഇസഡ് ഡയറക്ഷനിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. സോ ഹിയർ ഈസ് അവർ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. സോ മാഗ്നറ്റിക് ഫീൽഡ് കമ്പോണൻറ്റ് BZ ആണ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. വി ആർ നോട്ട് അപ്ലൈയിങ് എനി ഫീൽഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. സോ BZ മാത്രമാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, നൗ ഒരു കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ വച്ച് കഴിഞ്ഞാൽ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എഫക്റ്റ് കൊണ്ട് കണ്ടക്ടറിൽ ഒരു ഫോഴ്സ് ഉണ്ടാകും. നമ്മൾ അതിനെ പഠിച്ചിട്ടുണ്ട്, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്നാണ് പറയുക. സോ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്, ഓക്കെ, സോ ടോട്ടൽ ചാർജ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ഹോൾസ് എന്ന് പറയുന്നത് ഒരു കൊളംബിക് ഫോഴ്സ് ഉണ്ടായിരിക്കും. കൊളംബിക് ഫോഴ്സ് നമുക്ക് Q/E എന്ന് എഴുതാം. സോ F ഡ്യൂ ടു കൊളംബിക് ഫോഴ്സ് FC ഉണ്ടായിരിക്കും. ദെൻ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടായിരിക്കും. മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഡെറിവേഷൻ അല്ലെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് Q/V×B ആണ് നമ്മളുടെ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്, FM. സോ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്
എക്സ് ആക്സിസ് ഡയറക്ഷനിൽ ടോട്ടൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ഹോൾസ്, കാരണം നമ്മളുടെ ക്യാരിയേഴ്സായ ഹോൾസ് മൂവ് ചെയ്യുന്നത് എക്സ് ഡയറക്ഷനിലാണ്. എക്സ് ഡയറക്ഷനിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾക്കറിയാം എഫ് സി പ്ലസ് എഫ് എം ആയിരിക്കും. ദാറ്റ് ഈസ് ക്യൂ ഇ പ്ലസ് ക്യൂ ഇൻറ്റു വി ക്രോസ് ബി ആണ് നമ്മളുടെ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതൊരു എക്സ് ഡയറക്ഷനിൽ മാത്രം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഫോഴ്സാണ്. സോ ബിക്കോസ് വി ആർ അപ്ലൈയിങ് ഓൺലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്, what Ex is applying only, electric field is only available in the direction of x axis. So in the direction of y axis, z axis, നമ്മളുടെ E component 0 ആണ്. Now we are coming to what you say our Hall effects. ഓക്കെ, സോ എങ്ങനെയാണ് ഹോൾ എഫക്റ്റിൻ്റെ ബിഹേവിയർ നമ്മൾക്ക് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ സെമി കണ്ടക്ടറിൽ കൂടി ഹോൾസ് ട്രാവൽ ചെയ്യുന്നത് എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷനിലാണ്. കാരണം വി സി ഡിയിൽ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ എക്സ് ആക്സിസ് ഡയറക്ഷനിൽ നമുക്ക് ഇലക്ട്രിക് ഹോൾസിൻ്റെ ഫ്ലോ ഉണ്ട്. ഓക്കെ, നൗ ക്യാരിയേഴ്സ് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വരുമ്പോൾ എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷനിലാണ് നമ്മളുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. സോ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് വി എക്സ് ആണെങ്കിൽ, വാട്ട് ഈസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ്. വെലോസിറ്റി ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡിനെയാണ് നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് മൊബിലിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ വെലോസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു Vx is proportional to our electric field Ex. So Vx is equal to mu into E. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. മ്യൂവിനെയാണ് നമ്മൾ മൊബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, now coming back to the definition or the concept of this magnetomotive force, നമ്മൾക്ക് കിട്ടുന്ന മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് എം എന്ന് പറയുന്നത് ക്യൂ ഇൻറ്റു വി ക്രോസ് ബി ആണ്. ഓക്കെ, സോ ഈ കേസിൽ നമ്മളുടെ വെലോസിറ്റി, ഈ ക്രോസ് പ്രോഡക്റ്റ് മാത്രം എടുത്ത് അനലൈസ് എന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, വി എക്സ് എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ഡയറക്ഷനിലാണ്, പോസിറ്റീവ് എക്സ് ആക്സിസിലാണ് നമ്മളുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി വി എക്സ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ബി എന്ന് പറയുന്നത് ബി സെഡ് ആണ്, ഇൻ ദ ഡയറക്ഷൻ ഓഫ് പോസിറ്റീവ് ഇസഡ് ആക്സിസ്. ഓക്കെ, സോ അതിൻ്റെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും എന്ന് നോക്കണമെങ്കിൽ, ഇറ്റ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് വി ക്രോസ് ബി. സോ എഫ് എന്ന് പറയുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് വി എക്സ് ക്രോസ് ബി സെഡ് ആണ്. ഓക്കെ, സോ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സ് വൈ ദെൻ ഇസഡ്. എക്സ് ക്രോസ് വൈ എന്ന് പറയുന്നത് ഇസഡ് ഡയറക്ഷനിലായിരിക്കും. അതുപോലെ വൈ ക്രോസ് ഇസഡ് എന്ന് പറയുന്നത് എക്സ് ഡയറക്ഷനിലായിരിക്കും. ദെൻ ഇസഡ് ക്രോസ് എക്സ് എന്ന് പറയുന്നത്, ഇസഡ് ക്രോസ് എക്സ് എന്ന് പറയുന്നത് വൈ ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, സോ ഇവിടെ നമ്മളുടെ ഓർഡർ എന്ന് പറയുന്നത്, ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് വി എക്സ് ക്രോസ് ബി ഇസഡ് ആണ്. സോ ഇസഡ് ക്രോസ് എക്സ് വൈ ആണെങ്കിൽ എക്സ് കമ്പോണൻറ്റ് ക്രോസ് വൈ കമ്പോണൻറ്റ് എന്ന് പറയുന്നത്, എക്സ് കമ്പോണൻറ്റ് ക്രോസ് ഇസഡ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത് മൈനസ് വൈ ഡയറക്ഷനായിരിക്കും. സോ ഇവിടെ നമ്മളുടെ എഫ് കമ്പോണൻറ്റ് അല്ലെങ്കിൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് വൈ ആക്സിസിലായിരിക്കും. കാരണം വി എക്സ് ക്രോസ് ബി ഇസഡ് ഈസ് ഇൻ ഡയറക്ഷൻ ഓഫ് മൈനസ് എഫ് വൈ. ഓക്കെ, ഓർ ഫോഴ്സ് വിൽ ബി ഇൻ ദ ഡയറക്ഷൻ ഓഫ് നെഗറ്റീവ് എക്സ് ആക്സിസ് ആയിരിക്കും. സോ മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഈ എക്സ് ഡയറക്ഷനിലെ കറണ്ടും ഇസഡ് ഡയറക്ഷനിലെ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുണ്ടാകുന്ന ഫോഴ്സിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ക്യാരിയേഴ്സിനെ നെഗറ്റീവ് വൈ ആക്സിലേക്ക് പുൾ ചെയ്യുന്ന രീതിയിലായിരിക്കും. ദാറ്റ് മീൻസ് because of the presence of the magnetic field, holes will get a force in minus y direction. എക്സ് ആക്സിസിലെ ഡ്രിഫ്റ്റ് വെലോസിറ്റിയും ഇസഡ് ആക്സിസിലെ മാഗ്നറ്റിക് ഫീൽഡും കാരണം കൊണ്ട് നമ്മളുടെ ക്യാരിയേഴ്സായ ഹോൾസിന് മൈനസ് വൈ ഡയറക്ഷനിലൊരു ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. സോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഫോഴ്സ് അല്ലെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എഫക്റ്റ് കൊണ്ടുണ്ടാകുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇൻ ദ ഡയറക്ഷൻ ഓഫ് മൈനസ് വൈ ആണ്. സോ മൈനസ് വൈയിൽ മൈനസ് വൈയിലേക്ക് ഫോഴ്സ് ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ഹോൾസ് ഈ ഡയറക്ഷൻ ലെഫ്റ്റ് ഡയറക്ഷനിലേക്ക്
മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. സോ എക്സ് ഡയറക്ഷനായ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ പാത്തിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാരിയേഴ്സ് വിൽ ടെൻ ടു മൂവ് ടു ഷിഫ്റ്റ് ടുവേർഡ്സ് ദ ലെഫ്റ്റ് സൈഡ്. ദാറ്റ് മീൻസ് ഹോൾസ് ഈ സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലുള്ള വാളിലേക്ക് അക്യുമുലേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഇവിടെ പോസിറ്റീവ് ചാർജ് അക്യുമുലേഷൻ നടക്കും. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഈ സൈഡിൽ റൈറ്റ് സൈഡിൽ നമുക്ക് നെഗറ്റീവ് ചാർജ് അക്യുമുലേഷൻ ഉണ്ടാകും. ദാറ്റ് മീൻസ് നമ്മൾക്ക് ഈ പോയിൻറ്റിനെ നമ്മൾ എ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. ദെൻ ഈ പോയിൻ്റ് നമ്മൾ ബി എന്ന് റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എ സൈഡിൽ ഒരു പോസിറ്റീവ് ചാർജും ബി സൈഡിൽ ഒരു നെഗറ്റീവ് ചാർജിൻ്റെയും എഫക്റ്റ് ഉണ്ടായിരിക്കും. സോ ഈ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ഒരു സെപ്പറേറ്റ് ചെയ്ത രണ്ട് റീജിയൻസിൽ വരുന്നതുകൊണ്ട്, രണ്ട് പോയിൻറ്റ്സിൽ വരുന്നതുകൊണ്ട് ഇവിടെ നമുക്കൊരു വി എ ബി എന്ന് പറയുന്ന വോൾട്ടേജും അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. സോ ഈ വി എ ബി എന്ന് പറയുന്ന വോൾട്ടേജ് ഉണ്ടാകുന്നത് കൊണ്ട് വി എ ബി വോൾട്ടേജ് ഈസ് ബിറ്റ്വീൻ ദ 2 പോയിൻറ്റ്സ് സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് ഡബ്ല്യു. അതിൻ്റെ വിഡ്ത്തിന് സെപ്പറേറ്റ് ചെയ്തായിരിക്കും നമ്മളെ വി എ ബി എന്ന് പറയുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എഫക്റ്റ് കൊണ്ട് ഹോൾസ് ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾക്ക് വൈ ഡയറക്ഷനിലെ ഒരു ഇലക്ട്രിക് ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ഇ വൈ എന്ന് പറയും. ഇ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് വി എ ബി ഡിവൈഡ് ബൈ ഡബ്ല്യു ആയിരിക്കും. സോ പോസിറ്റീവ് ചാർജ് ഈ ലെഫ്റ്റ് വാളിലും നെഗറ്റീവ് ചാർജ് റൈറ്റ് വാളിലും ഉണ്ടാകുന്നത് കൊണ്ട് ഈ വോൾട്ടേജ് വി എ ബി മേക്സ് ആൻ ഇലക്ട്രിക് ഫീൽഡ് വി ഇ വൈ ഗിവൺ ബൈ EY is equal to VAB divided by W and is directed from positive charge to negative charge. So EY എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് along the positive y axis ആയിരിക്കും നമുക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എഫക്റ്റ് കൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് EY ഇൻ ദ ഡയറക്ഷൻ ഓഫ് പോസിറ്റീവ് y ആക്സിസ് നമ്മുടെ സെമി കണ്ടക്ടറിൽ ഉണ്ടായി. ഈ പ്രൊഡ്യൂസ് ചെയ്ത ഇലക്ട്രിക് ഫീൽഡ് EYനെയാണ് നമ്മൾ ഹോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഹോൾ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, പ്രൊഡ്യൂസ് ചെയ്ത വോൾട്ടേജ് വി എ ബി എന്ന് നമ്മൾ പറയുന്നത് ഹോൾ വോൾട്ടേജ് എന്നാണ്. ഈ രണ്ട് ടേംസും ഇലക്ട്രിക് ഫീൽഡും ഈ വോൾട്ടേജും സെമി കണ്ടക്ടറിൽ ഇൻഡ്യൂസ് ചെയ്തതാണ്, നമ്മൾ അപ്ലൈ ചെയ്തതല്ല. ഈ ഇൻഡ്യൂസ് ചെയ്ത വോൾട്ടേജ് അല്ലെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡും ഈ ഇലക്ട്രിക്കൽ വോൾട്ടേജും പ്രൊഡ്യൂസ് ചെയ്യുന്ന മെക്കാനിസത്തിനെയാണ് നമ്മൾ ഹോൾ എഫക്റ്റ് എന്ന് പറയുന്നത്. സോ ദ പ്രൊഡക്ഷൻ ഓഫ് ദീസ് വോൾട്ടേജ് വി എ ബി ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഇ വൈ ബിറ്റ്വീൻ ദ ടു എൻ ടെർമിനൽസ് ഓഫ് ദ സെമി കണ്ടക്ടർ വിത്ത് ദ എഫക്റ്റ് ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് എ കറണ്ട് ഈസ് നോൺ ആസ് വാട്ട് ഈസ് അവർ ഹോൾ എഫക്റ്റ്. ഓക്കെ, സോ ഹോൾ എഫക്റ്റിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെക്കാനിസം തന്നെയാണ് നമ്മൾ ഹോൾ എഫക്റ്റ് എന്ന് പറയുന്നത്. സോ ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ദിസ് മാഗ്നറ്റിക് ഫീൽഡ് അവർ ക്യാരിയേഴ്സ്, ഹോൾസ് എന്ന് പറയുന്ന ക്യാരിയേഴ്സ് മൈനസ് വൈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. അത് കാരണമായിട്ട് പ്ലസ് ഇ വൈ പ്ലസ് വൈ ഡയറക്ഷനിൽ അതിൻ്റെ അകത്ത് നമുക്കൊരു പ്ലസ് ഇ വൈ എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡും സെമി കണ്ടക്ടറിൽ ഉണ്ടായിരിക്കും. സോ ഇ വൈ എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് സെമി കണ്ടക്ടറിൽ ഉണ്ടാകുന്നത് കൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് സെമി കണ്ടക്ടറിൽ ബിൽറ്റ് ഇൻ ഫീൽഡായിട്ട് മാറുന്നത് കൊണ്ട് എന്താ സംഭവിക്കുക, ഈ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്ത ക്യാരിയേഴ്സിന് ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എഫക്റ്റ് കൊണ്ട് ആ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് നമ്മളുടെ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ സെമി കണ്ടക്ടർ മെറ്റീരിയലിൽ ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ എഫ് എം എന്ന് പറയുന്ന ഫോഴ്സ് മൈനസ് വൈ ഡയറക്ഷനിൽ ഹോൾ എഫക്റ്റ് കാരണം ഉണ്ടാകുന്നുണ്ട്. ആ ഹോൾ എഫക്റ്റ് കൊണ്ടുണ്ടായ ഇലക്ട്രിക് ഫീൽഡ് ഇ വൈ ആ ക്യാരിയേഴ്സിനെ റൈറ്റ് സൈഡിലേക്ക് അല്ലെങ്കിൽ പ്ലസ് വൈ ഡയറക്ഷനിലേക്ക് ഒരു എഫ് സി എന്ന് പറയുന്ന ഒരു കൊളംബിക് ഫോഴ്സും പ്രൊഡ്യൂസ് ചെയ്യും. ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത മാഗ്നറ്റിക് ഫീൽഡിന് പ്രൊപ്പോർഷണലായിട്ട് ഒരു പെർട്ടിക്കുലർ ഇലക്ട്രിക് ഫീൽഡും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ കൊളംബിക് ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുമ്പോൾ സെമി കണ്ടക്ടറിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ആ പാത്ത് ഡീവിയേഷൻ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ സ്റ്റഡി ആയിട്ട് നിൽക്കും. സോ ഈ പാത്തിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന ഹോൾസ് ഈ പാത്തിലേക്ക് സ്റ്റഡി സ്റ്റേറ്റിലേക്ക് പോകും. ഇൻഡെഫിനിറ്റ് ആയിട്ട് അതിൻ്റെ ഷിഫ്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, സോ ഈ പോയിന്റിൽ നമുക്ക് പറയാൻ പറ്റും വൈ ഡയറക്ഷനിൽ നമ്മളുടെ ഹോൾസിന് അല്ലെങ്കിൽ ക്യാരിയേഴ്സിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദാറ്റ് മീൻസ് എഫ് സി പ്ലസ് എഫ് എം എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. ദാറ്റ് മീൻസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് വൈ ആക്സിസ്, അലോങ് ദ ഡയറക്ഷൻ ഓഫ് വൈ ആക്സിസ്. സോ എഫ് സി എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് അല്ലെങ്കിൽ ഹോൾ ഫീൽഡ് കൊണ്ട് ഹോൾസിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന കൊളംബിക് ഫോഴ്സ്. എഫ് എം എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് വൈ ഡയറക്ഷനിൽ ഹോൾസിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സ്. ഇത് രണ്ടിൻ്റെയും സം 0 ആയിരിക്കും വെൻ അറ്റ് എ പർട്ടിക്കുലർ ഫിക്സഡ് എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അതിനെ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ എന്ന് പറയും. സോ സ്റ്റഡി
സ്റ്റേറ്റ് കണ്ടീഷനിൽ എഫ് വൈ എന്ന് പറയുന്നത് 0 ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. സോ എഫ് വൈ എന്ന് പറയുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു അവർ ലോറൻസ് ഫോഴ്സ് ലോ ക്യൂ ഇൻറ്റു ഇ വൈ, ദെൻ ഇത് പോസിറ്റീവ് വൈ ഡയറക്ഷനിലാണ്, ക്യൂ ഇൻറ്റു പ്ലസ് ഇ വൈ. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ക്യൂ ഇൻറ്റു വി എക്സ് ക്രോസ് ബി ഇസഡ് ആയിരിക്കും. ഓക്കെ, സോ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദെൻ എക്സും ഇസഡും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. ദെൻ എക്സ് ക്രോസ് ഇസഡ് എന്ന് പറയുന്നത് -y ആണ്. സോ ക്യൂ ഇൻറ്റു ഇ വൈ മൈനസ് വി എക്സ് ഇൻറ്റു ബി ഇസഡ് ആയിട്ട് മാറും, വിച്ച് ഈസ് ഈക്വൽ ടു 0. ഇവിടെ ഇൻറ്റു ആണ്, ക്രോസ് പ്രൊഡക്റ്റ് അല്ല, ബിക്കോസ് വി എക്സ് ഇൻറ്റു ബി ഇസഡ് ഇൻറ്റു സൈൻ 90 അപ്ലൈ ചെയ്തു. സൈൻ 90യുടെ വാല്യൂ 1 ആണ്. സോ വി എക്സ് ഇൻറ്റു ബി ഇസഡ് മാഗ്നിറ്റ്യൂഡ് മാത്രമേ നമ്മളവിടെ എടുക്കുന്നുള്ളൂ, ആൻഡ് അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവായിട്ട് മാറും. സോ ഈ പെർട്ടിക്കുലർ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനിൽ വൈ ഡയറക്ഷനിലെ ടോട്ടൽ ഫോഴ്സ് 0 ആവുന്നതുകൊണ്ട് ഈ ടോട്ടൽ ഫോഴ്സ് നമുക്ക് ഈ രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ദാറ്റ് മീൻസ് ഇതിനെ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഇൻഡ്യൂസ്ഡ് ഫീൽഡ് ഇ വൈ മൈനസ് വി എക്സ് ബി ഇസഡ് ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് മീൻസ് ഇ വൈ ഈസ് ഈക്വൽ ടു ബി എക്സ് ഇൻറ്റു വി എക്സ് ഇൻറ്റു ബി ഇസഡ്. സോ റിമെമ്പർ, വി എക്സ് എന്ന് പറയുന്ന വോൾട്ടേജ് അല്ല, ഡ്രിഫ്റ്റ് വെലോസിറ്റിയാണ്. ബി ഇസഡ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡാണ്. സോ ഇതൊരു ഇക്വേഷനാണ്. ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ്, ഹാൾ ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വി എക്സ് ഇൻറ്റു ബി ഇസഡ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. നൗ നമ്മൾ കരിയർ കോൺസെൻട്രേഷൻ്റെ കേസ് പഠിച്ചപ്പോൾ ഒരു കൺസെപ്റ്റ് അവിടെ പറഞ്ഞിരുന്നു. കറണ്ട് ഡെൻസിറ്റി ജെ എന്ന് പറയുന്നത് ക്യൂ ഇൻറ്റു ചാർജ് ഇൻറ്റു ഹോൾസ് ഇൻറ്റു ഡ്രിഫ്റ്റ് വെലോസിറ്റിയാണ്. ഓക്കെ, സോ വി എക്സ് ജെ എക്സ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു, സോ ജെ എക്സ് കറണ്ട് ഡെൻസിറ്റിയാണ്. കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് ആംബിയർ പെർ സെക്കൻഡ് ആണ്. ക്യൂ എന്ന് പറയുന്നത് ചാർജ് പെർ ഇലക്ട്രോൺസ് ആണ്, ചാർജ് പെർ ഹോൾസ് ആണ്. ദെൻ പി എന്ന് പറയുന്നത് ഹോൾസ് പെർ മീറ്റർ ക്യൂബാണ്. വി എക്സ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ദെൻ മീറ്റർ ക്യൂബും മീറ്ററും പോയിട്ട് ഇവിടെ മീറ്റർ സ്ക്വയർ വരും, ഹോൾസ് ക്യാൻസൽ ആകും, ബിക്കംസ് ചാർജ് പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ മീറ്റർ സ്ക്വയർ. ചാർജ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത് ആംബിയർ ആണ്, ആംബിയർ പെർ മീറ്റർ സ്ക്വയർ. സോ ജെ ഈസ് ഈക്വൽ ടു ക്യൂ പി വി എക്സ് എന്ന് പറയുന്നത് ഡയമെൻഷനലി ഈക്വൽ ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. രണ്ടും സെയിം ക്വാണ്ടിറ്റിയാണ്. ഈ റിസൾട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട് ടു ഫൈൻഡ് വി എക്സ്. സോ ഇതിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റും വി എക്സ് ഈസ് ഈക്വൽ ടു ജെ എക്സ് ഡിവൈഡഡ് ബൈ ക്യൂ ഇൻറ്റു പി എന്ന് എഴുതാൻ പറ്റും. സോ നമ്മൾ പ്രീവിയസ് പറഞ്ഞു വന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഇ വൈ ഈസ് ഈക്വൽ ടു ബി എക്സ് ഇൻറ്റു വി എക്സ് ഇൻറ്റു ബി സെഡ് ആണ്. സോ അത് തിരിച്ച് ഇവിടെ എഴുതി കഴിഞ്ഞാൽ ഇ വൈ ഈസ് ഈക്വൽ ടു വി എക്സ് ഇൻറ്റു ബി സെഡ് ആണ്. ഈ വി എക്സിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ്, ഇൻഡ്യൂസ്ഡ് ഫീൽഡ് ഇ വൈ ഈസ് ഈക്വൽ ടു വി എക്സ് എന്നുള്ളടത്ത് നമുക്ക് ജെ എക്സ് ഡിവൈഡഡ് ബൈ ക്യൂ ഇൻറ്റു പി ഇൻറ്റു ബി സെഡ് എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് മീൻസ് 1 ബൈ ക്യൂ പി ഇൻറ്റു ജെ എക്സ് ഇൻറ്റു ബി സെഡ് എന്ന് എഴുതാൻ പറ്റും, ബട്ട് ഇ വൈ എന്ന് പറയുന്നത്. സോ ഈ ക്യൂ എന്ന് പറയുന്നത് ചാർജ് ഓഫ് ഹോളാണ്, കോൺസ്റ്റൻ്റ് ആണ്. പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ, പെർട്ടിക്കുലർ കണ്ടീഷനിൽ ഹോൾസിൻ്റെ എണ്ണം ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ ക്യൂ ഇൻറ്റു പി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് നമ്പറാണ് ഒരു പെർട്ടിക്കുലർ കണ്ടീഷനിൽ. ഓക്കെ, സോ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇ വൈ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ജെ എക്സ് ഇൻറ്റു ബി സെഡ്. ദാറ്റ് മീൻസ് ഇ വൈ ഈസ് പ്രൊപ്പോർഷണൽ ടു current density, and so the current and the magnetic field B is Z. Okay, so EY a proportionality constant നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു കോൺസ്റ്റൻറ്റ് ഇവിടെ വരുന്നു, RH ഇൻറ്റു JX ഇൻറ്റു BZ എന്ന് എഴുതാൻ പറ്റും. ഇതിൽ RH എന്ന് പറയുന്നത് പുതിയ കോൺസ്റ്റൻ്റ് ആണ്. നമ്മളതിനെ ഹാൾ എഫക്റ്റ് കോഎഫിഷ്യൻ്റ് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, സോ RH എന്ന് പറയുന്നത് ഹാൾ എഫക്റ്റ് കോഎഫിഷ്യൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആസ് പെർ ദ പ്രീവിയസ് ഇക്വേഷൻ 1/Q ഇൻറ്റു P ആണ്, വേർ Q ഈസ് ദ ചാർജ്, P ഈസ് ദ നമ്പർ ഓഫ് ഹോൾസ് പെർ മീറ്റർ ക്യൂബ്. സോ RH-നെ നമ്മൾ ഹാൾ എഫക്റ്റ് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നു. സോ മെഷറിംഗ് ദ ഹാൾ എഫക്റ്റ് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഈ സെമി കണ്ടക്ടർ മെറ്റീരിയലിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ടേമാണ്. കാരിയർ കോൺസെൻട്രേഷൻസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, ബിക്കോസ് ഇറ്റ് ഇസ് റിലേറ്റഡ് ടു ദ കാരിയർ കോൺസെൻട്രേഷൻ ഫോർ Q എന്ന് പറയുന്നത് യൂണിവേഴ്സൽ കോൺസ്റ്റൻ്റ് ആണ്, പ്ലസ് 1.6 × 10⁻⁻19 കൂളംബ്. ഓക്കെ, സോ ഇതിൻ്റെ ഒരു യൂണിറ്റ് എന്താണെന്ന് നോക്കിയാൽ
ആർ എച്ചിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ക്യൂ എന്ന് പറയുന്നത് 1/Q. ക്യൂവിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ചാർജാണ്. ദെൻ ചാർജിൻ്റെ യൂണിറ്റ് കുളംബ് ആണ്. ദെൻ പി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, നമ്പർ ഓഫ് ഹോൾസ് പെർ മീറ്റർ ക്യൂബ് ആണ്. നമ്പർ ഓഫ് ഹോൾസ് എന്ന് പറയുന്നത് യൂണിറ്റ് ഇല്ല, പെർ മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1/മീറ്റർ ക്യൂബ്, വിച്ച് ഇസ് ഈക്വൽ ടു മീറ്റർ ക്യൂബ് ഡിവൈഡ് ബൈ കുളംബ് ഓർ മീറ്റർ ക്യൂബ് പെർ കുളംബാണ് വട്ട് യു സേ ഹോൾ എഫക്റ്റ് കോഎഫിഷ്യൻറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. സോ ആർ എച്ച് നിന്ന് ഹോൾ കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/P/Q ആണ്. ഡെറിവേഷൻസിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്. ന്യൂമറിക്കൽസ് ചെയ്യാൻ നേരത്തൊക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു ടേമാണ്. സോ നമ്മൾക്ക് ഈ ആർ എച്ച് വാല്യൂ മെഷർ ചെയ്യാൻ പറ്റിയാൽ അതിൻ്റെ അകത്തുനിന്ന് ഈ ഹോൾ കോൺസെൻട്രേഷൻ പി എന്ന് പറയുന്നത് 1/Q/RH എന്ന് എഴുതാൻ പറ്റും. സോ ആർ എച്ചിന് നമ്മൾ പാരാമീറ്റേഴ്സ്, സെമി കണ്ടക്ടറിൻ്റെ പാരാമീറ്റേഴ്സ് ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ പറ്റും. ആ മെഷർമെൻറ്റിന് ശേഷം ഈ ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കാരിയർ കോൺസെൻട്രേഷൻസിന് വളരെ ഈസി ആയിട്ട് നമുക്ക് ഓരോ മെറ്റീരിയലിലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഒരു ഹോൾ എഫക്ട്സ് മെഷർമെൻറ്റ്സിൻ്റെ അഡ്വാൻറ്റേജ്. സോ ലെറ്റ്സ് ചെക്ക് ഹൗ വി ക്യാൻ ഡു ദിസ് കാൽക്കുലേഷൻസ് ഓർ ദീസ് മെഷർമെൻറ്റ്സ്. സോ ആദ്യം പറഞ്ഞതുപോലെ ആർ എച്ച് എന്ന് പറയുന്നത് 1/P/Q ആണ്. പി ആണ് നമ്മളുടെ ഹോൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് P ഈക്വൽ ടു 1/Q/RH എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ അതിൽ നിന്ന് നമ്മൾ ഈ ഡെറിവേഷൻസ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഉപയോഗിച്ച ഇക്വേഷൻസ് വീണ്ടും ഇവിടെ റീറൈറ്റ് ചെയ്യാണ്. സോ ആദ്യം ഉപയോഗിച്ച ഇക്വേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ്, ഹോൾ ഫീൽഡ് എന്ന് പറയുന്നത് RH ഇൻറ്റു JX ഇൻറ്റു BZ ആണ്. സോ RH ഈസ് ഈക്വൽ ടു EY ഡിവൈഡഡ് ബൈ JX ഇൻറ്റു BZ എന്ന് എഴുതാൻ പറ്റും. ദെൻ ആർ എച്ചിൻ്റെ വാല്യൂ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ, ഹോൾ കോൺസെൻട്രേഷൻ P ഈസ് ഈക്വൽ ടു ദെൻ 1/Q ഇൻറ്റു 1/RH. RH ഈസ് EY ഡിവൈഡഡ് ബൈ JX BZ എന്ന് എഴുതാൻ പറ്റും, വിച്ച് ഇസ് ഈക്വൽ ടു 1/Q ഇൻറ്റു ഇത് ന്യൂമറേറ്റർ പോകുമ്പോൾ JX BZ ഡിവൈഡഡ് ബൈ EY എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, നൗ കമ്മിങ് ബാക്ക് ടു ദ സെമി കണ്ടക്ടർ നമുക്ക് ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ ഡയമെൻഷൻസൊക്കെ നമുക്ക് ഓർത്ത്, ഇതാണ് നമ്മളുടെ വിഡ്ത്ത് W, ഇതാണ് T, ഇതാണ് നമ്മളുടെ L എന്ന് പറയുന്നത്. ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു ദ ഡെറിവേഷൻസ്. ഇതാണ് നമ്മളുടെ ഇലക്ട്രിക് ഫീൽഡ്, അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് അപ്ലൈഡ് കറണ്ട് IX, JX എന്ന് പറയുന്ന IFX എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിൽ, ഈ ഫേസിൽ കൂടെ എൻ്റർ ചെയ്യുന്നത്. അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് W ഇൻറ്റു T ആണ്. സോ Q1/Q ഇൻറ്റു JX എന്ന് പറയുന്നത് കറണ്ട് പെർ ഏരിയ ആണ്. IOF X ഡിവൈഡഡ് ബൈ W ഇൻറ്റു T, കറണ്ട് ബൈ ഏരിയ W ഇൻറ്റു T ആണ്, ഇൻറ്റു BZ, ദാറ്റ് ഈസ് വാട്ട് വി അപ്ലൈഡ്, ഡിവൈഡഡ് ബൈ EY എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ്. ഇതാണ് നമ്മളുടെ A എന്ന് പറയുന്ന ടെർമിനൽ, ഇതാണ് നമ്മളുടെ B എന്ന് പറയുന്ന ടെർമിനൽ. സോ EY എന്ന് പറയുന്നത് VAB ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിൻറ്റ്സ് A ആൻഡ് B, നത്തിങ് ബട്ട് അവർ W, വിച്ച് ഈസ് ഈക്വൽ ടു 1/Q ഇൻറ്റു IOF X divided by W into T into BZ divided by VAB, then W in the numerator. So VAB into W. So ഒരു W cancel ആവും. ബാക്കി വരുന്ന ടേം എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ P is equal to 1/Q into IOF X divided by T into BZ divided by VAB, BZ divided by VAB. ഓക്കെ, സോ IOF X എന്ന് പറയുന്നത് X ഡയറക്ഷനിലുള്ള കറണ്ടാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതിനെ നമുക്കൊരു അമീറ്റർ ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ പറ്റും. ദെൻ BZ എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് മാഗ്നറ്റിക് ഫീൽഡാണ്. T എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ മെറ്റീരിയലിൻ്റെ thickness ആണ്, വി ക്യാൻ ഓൾസോ മെഷർ. VAB എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ആണ്, ഹോൾ വോൾട്ടേജ് ആണ് ബിറ്റ്വീൻ ടു ടെർമിനൽസ് A ആൻഡ് B. ഇഫ് യു പ്ലേസ് വൺ വോൾട്ട്മീറ്റർ വി ക്യാൻ മെഷർ ഇറ്റ്. Q എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. സോ ഈ മെഷർമെൻറ്റ് എല്ലാം വളരെ ഈസി ആയിട്ട്, വളരെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഈ മെഷർമെൻറ്റ്സിൽ നിന്ന് നമുക്ക് ഹോൾ കോൺസെൻട്രേഷൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. So at all the parameters to the right of this equation, P is equal to 1/Q into IOF X divided by T, BZ divided by VAB, we can measure very accurately, and so the calculations P also we can expect as very accurate and perfect.
ഓക്കെ, സോ അതാണ് നമ്മളുടെ ഹോൾ കോഎഫിഷ്യൻ്റ്, ഹോൾ എഫക്ട്സ്, ഹോൾ ഫീൽഡ് ഉപയോഗിച്ച്, ഹോൾ വോൾട്ടേജ് ഉപയോഗിച്ച് കോൺസെൻട്രേഷൻ മെഷർ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. So all the parameters can be accurately measured. Okay, now നമ്മളെ സെമികണ്ടക്ടർ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസ് R ആണ് എന്ന് വിചാരിക്കാം. ഓക്കെ, സോ W വിഡ്ത്ത് ആണ്, ഇവിടെ T ആണ്, ഇവിടെ L ആണ്. സെമികണ്ടക്ടർ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസ് നമ്മൾക്ക് R എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് R is equal to റോ ഇൻറ്റു L ലെങ്ത് ഡിവൈഡ് ബൈ ഏരിയ ആണ്. ഓക്കെ, സോ ഏരിയ എന്ന് പറയുന്നത് W ഇൻറ്റു T ആണ്. സോ ഇതിൽ നിന്ന് നമുക്കതിൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് 1/ρ ആണ്. സോ 1/ρ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതിൽ നിന്ന് റോ ഇസ് ഈക്വൽ ടു R ഇൻറ്റു A/L എന്ന് എഴുതാൻ പറ്റും, വിച്ച് ഇസ് ഈക്വൽ ടു വാട്ട് യു സേ എ എന്ന് പറയുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു R ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത് W ഇൻറ്റു T ഡിവൈഡഡ് ബൈ L ആണ്. ദെൻ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്ന, കറണ്ട് അപ്ലൈ ചെയ്ത ഡയറക്ഷൻ I(x) ആണ്. സോ ഇവിടെ അപ്ലൈ ചെയ്ത വോൾട്ടേജ് എന്ന് പറയുന്നത് VCD ആണ്. സോ നമുക്ക് R ഈസ് ഈക്വൽ ടു അപ്ലൈഡ് വോൾട്ടേജ് VCD ഡിവൈഡഡ് ബൈ ഇതിൻ്റെ R is equal to VCD ഡിവൈഡഡ് ബൈ നമ്മളുടെ കറണ്ട് I(x) ആണ് എന്ന് എഴുതാൻ പറ്റും. സോ അതിനെ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റി റോ ഇസ് ഈക്വൽ ടു VCD is what we are applying to the semiconductor divided by I(x) into W into T divided by L എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ L, W, T are the parameters of our dimensional parameters of our semiconductor. സോ കണ്ടക്ടിവിറ്റി സിഗ്മ എന്ന് പറയുന്നത് ഇതിൻ്റെ റെസിപ്രോക്കലാണ്. സോ സിഗ്മ ഈസ് ഈക്വൽ ടു I(x) ഇൻറ്റു L ഡിവൈഡഡ് ബൈ VCD ഇൻറ്റു W ഇൻറ്റു T ആണ് നമ്മളുടെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ കണ്ടക്ടിവിറ്റി നമുക്ക് അതിൻ്റെ ഡയമെൻഷൻസ് ഉപയോഗിച്ച്, അപ്ലൈഡ് പാരാമീറ്റേഴ്സും അതിൻ്റെ ഡയമെൻഷണൽ പാരാമീറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് വാട്ട് യു സേ കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യാം. ദെൻ കണ്ടക്ടിവിറ്റി ആൻഡ് മൊബിലിറ്റി നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ദേ ആർ റിലേറ്റഡ് ബൈ കണ്ടക്ടിവിറ്റി ഈസ് ഈക്വൽ ടു, കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ സിഗ്മ ഈസ് ഈക്വൽ ടു Q ഇൻറ്റു P ഇൻറ്റു മ്യൂ പി ആണ്. സോ മ്യൂ പി എന്ന് പറയുന്ന റിലേഷൻ, ഹൗ ദി കണ്ടക്ടിവിറ്റി ആൻഡ് മൊബിലിറ്റി റിലേറ്റഡ് നമ്മൾ പറഞ്ഞു. അതിൽ നിന്ന് നമ്മൾക്ക് ഹോൾ കോഎഫിഷ്യൻ്റ് എങ്ങനെ റിലേറ്റ് ആയി എന്ന് നോക്കാം. സോ മ്യൂ പി ഈസ് ഈക്വൽ ടു സിഗ്മ ഡിവൈഡഡ് ബൈ P ഇൻറ്റു Q ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 1/PQ ഇൻറ്റു സിഗ്മ. ദെൻ അത് നമ്മൾ പറഞ്ഞു 1/PQ എന്ന് പറയുന്നത് ഹോൾ കോഎഫിഷ്യൻ്റ് ആണ്. സോ മ്യൂ പി ഈസ് ഈക്വൽ ടു ഹോൾ കോഎഫിഷ്യൻ്റ് RH ഇൻറ്റു സിഗ്മ. ഓക്കെ, സോ RH ഈസ് ഈക്വൽ ടു മ്യൂ പി ഡിവൈഡഡ് ബൈ സിഗ്മ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ ഹോൾ കോഎഫിഷ്യൻറ്റ്, മൊബിലിറ്റി ആൻഡ് കണ്ടക്ടിവിറ്റി കണക്ട് ചെയ്യുന്ന റിലേഷൻ എന്ന് പറയുന്നത് RH ഇസ് ഈക്വൽ ടു മ്യൂ പി ഡിവൈഡഡ് ബൈ സിഗ്മ എന്ന് വളരെ സിമ്പിളായിട്ട്, അല്ലെങ്കിൽ അത് തമ്മിലുള്ള കണക്ട് ചെയ്യുന്ന റിലേഷൻസ് ചോദിക്കും. മൊബിലിറ്റിയും കണ്ടക്ടിവിറ്റിയും തന്നിട്ട് വാട്ട് ഈസ് ഇറ്റ്സ് ഹോൾ കോഎഫിഷ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഈ ഫോർമുല ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഈ ഹോൾ ഫീൽഡും ഹോൾ എഫക്ട്സും കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ നമ്മളുടെ ഡിസ്കഷൻസ് ഇവിടെ എല്ലാം പി മെറ്റീരിയലിന് ബേസ്ഡ് ചെയ്തിട്ടായിരുന്നു. സോ പി മെറ്റീരിയൽ ബേസ് ചെയ്ത് നമുക്ക് കിട്ടിയ പൊട്ടൻഷ്യൽസ്, പ്രൊഡ്യൂസ് ചെയ്ത പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് VAB ആയിരുന്നു. അത് നമുക്ക് പോസിറ്റീവായിരിക്കും. ദെൻ അതിൻ്റെ അല്ലെങ്കിൽ ഹോൾ വോൾട്ടേജ് എന്ന് പറയുന്നത് പോസിറ്റീവായിരിക്കും. അപ്ലൈ ചെയ്ത അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്ത ഇലക്ട്രിക് ഫീൽഡ് EY എന്ന് പറയുന്നതും പോസിറ്റീവ് ഡയറക്ഷനിലായിരുന്നു. നമ്മൾ പോസിറ്റീവ് X ആക്സിൽ, പോസിറ്റീവ് Y ആക്സിലെടുത്തത് അത് പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ ചാർജ് എന്ന് പറയുന്നതും പോസിറ്റീവ് ആയിരിക്കും. ദെൻ ഇനി നമ്മൾ ഡിസ്കഷൻ N ടൈപ്പ് മെറ്റീരിയലിനെ ബേസ്ഡ് ആയെന്നാണെങ്കിൽ അവിടെയും സെയിം ആർഗ്യുമെൻറ്റ്സ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് VAB എന്ന് പറയുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. കാരണം പോസിറ്റീവ് ചാർജ് അക്യുമുലേറ്റ് ചെയ്തത് നെഗറ്റീവ് Y ആക്സിലായിരുന്നു എങ്കിൽ ഇവിടെ പോസിറ്റീവ് ചാർജ് അക്യുമുലേഷൻ നടന്നത് +Y ഡയറക്ഷനിലായിരിക്കും. സോ VAB എന്ന് പറയുന്നത് നെഗറ്റീവായിട്ട് എടുക്കണം. ദെൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഓൾസോ വിൽ ബി ഇൻ ദ ഡയറക്ഷൻ ഓഫ് -Y ആക്സിസ്. സോ EY എന്ന് പറയുന്നത് മൈനസ് ആയിരിക്കും. ദെൻ Q ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നതും നമുക്ക് നെഗറ്റീവായിട്ടിരിക്കും. സോ ഹോൾ റിലേറ്റഡ് പ്രോബ്ലംസിൽ മെറ്റീരിയൽസിൻ്റെ നേച്ചർ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഏതെങ്കിലും ഒരു പാരാമീറ്റർ ആയിരിക്കും ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നത്. എസ്പെഷ്യലി VAB ഓർ EY രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം നെഗറ്റീവ് ആണെങ്കിൽ മെറ്റീരിയൽ എന്ന് പറയുന്നത് N ടൈപ്പ് മെറ്റീരിയൽ ആയിരിക്കും. ഇനി രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ
അല്ലെങ്കിൽ രണ്ടും പോസിറ്റീവ് അല്ലെങ്കിൽ ഇതിലൊരെണ്ണം പോസിറ്റീവായിട്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ ഹോൾ ഓഫ് വോൾട്ടേജ് അല്ലെങ്കിൽ ഹോൾ ഫീൽഡ് രണ്ടും പോസിറ്റീവായിട്ടാണ് ക്വസ്റ്റ്യൻ മെൻഷൻ ചെയ്തിരിക്കുന്നതെങ്കിൽ അത് രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മളതിനെ പി മെറ്റീരിയലാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. സോ ക്വസ്റ്റ്യൻ ചോദിക്കാം എന്ത് ടൈപ്പ് മെറ്റീരിയലാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതിന് ഏത് മെറ്റീരിയലാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ അതിൻ്റെ അകത്ത് തന്നിരിക്കുന്ന ഹോൾ ഫീൽഡ് അല്ലെങ്കിൽ ഹോൾ വോൾട്ടേജ് ഏതാണ് പോസിറ്റീവ് എന്ന് നോക്കുക. പോസിറ്റീവ് ആണെങ്കിൽ പി മെറ്റീരിയലായിട്ട് എടുക്കണം. നെഗറ്റീവാണ് തന്നിരിക്കുന്നതെങ്കിൽ ആ മെറ്റീരിയലിനെ എൻ മെറ്റീരിയലായിട്ട് എടുക്കണം. ദെൻ ന്യൂമറിക്കൽസിൽ ഹോൾസിൻ്റെ കോൺസെൻട്രേഷൻസ് ഹോൾ കോൺസെൻട്രേഷൻ എത്രയാണെന്ന് ചോദിക്കാം. അതിൻ്റെ ഡയമെൻഷണൽ പാരാമീറ്റേഴ്സ് എല്ലാം യൂസ് ചെയ്ത് ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ്റെ ഫോർമുല പി ഈസ് ഈക്വൽ ടു 1/q I/(x/t) × BZ/VAB എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിച്ച് കോൺസെൻട്രേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ചോദിക്കാവുന്നത് അതിൻ്റെ കണ്ടക്ടിവിറ്റി എത്രയാണ്, സിഗ്മ എത്രയാണ്, അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി എത്രയാണ് എന്ന് ചോദിക്കാം. ദെൻ I/(x) / I/(x) × L / VC/WT എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിച്ച് നമുക്ക് എൻ്റെ കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യാം. ദെൻ റിലേഷൻസ് ബിറ്റ്വീൻ കണ്ടക്ടിവിറ്റി, മൊബിലിറ്റി ആൻഡ് ഹാൾ കോഎഫിഷ്യൻറ്റ് ചോദിക്കാം. അത് നമ്മൾ ഡിറൈവ് ചെയ്തു. RH is equal to μp / sigma, mobility / sigma. Then RH is equal to for n material mu n / sigma n. Better here Bp conductivity due to holes and the mu n sigma n is conductivity due to holes. Okay, ഇത് രണ്ടും നമുക്ക് റിലേറ്റ് ചെയ്യാവുന്ന ഇക്വേഷൻസ് ആൻഡ് ഫോർമുലസ് ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസും എക്സ്പെക്റ്റ് ചെയ്യാം.